ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കർത്ത ദിവസം കൂടെ നൽകിയിരിക്കെ ഇത് ബൈബിൾ സ്റ്റഡി താൻ നമ്മൾ വചനത്തിൽ നിന്നും നമുക്ക് ചിന്തിച്ചില്ല. എപ്പിസോഡ് 175 C24 താൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ കൊലുസ്യ ലേഖനം, കൊലുസ്യ നിർഗമം 1 അധ്യായം 25 വാക്യം താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നാടി നമുക്ക് 2 വാക്യം നമ്മൾ പിന്നാടി പോയിട്ട് നമുക്ക് വായിച്ചിട്ട് നമുക്ക് മുന്നാടി വന്നിടാം. ആണ്ടവർ നമ്മോട് എന്നാണ് പേശുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് അത് താൻ നമ്മൾ പഠിക്കേണ്ട. പൗലോസ് മുഖാന്തരം അല്ലെ പൗലോസ് നമുക്ക് വേണ്ടി ആണ്ടവരുടെ വചനം നമ്മളോട് ചൊല്ലുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്നെ പിടിയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തോ പ്രയോജനം വരും എന്ന് നമുക്ക് പാക്കേണ്ട അത്യാവശ്യം ഇരിക്കുക. കാരണം ആണ്ടവരുടെ വചനം താൻ തൻ്റെ സേവകന്മാർ മുഖാന്തരം ചൊല്ലുക. സേവകന്മാർ എന്ന് പറഞ്ഞാൽ ആണ്ടവരുടെ മിനിസ്റ്റർ എന്ന് ചൊല്ലിയാൽ അവൻ്റെ വചനം ചൊല്ലുന്ന പ്രവാചകന്മാർ. നമ്മൾ പ്രവാചകന്മാർ എന്ന് ചൊല്ലിയാൽ ആണ്ടവരുടെ വചനം ചൊല്ലുന്നത് ഞാൻ പ്രവാചകൻ. അതായത് നമ്മൾ എന്നാ വാസിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്നെ പറ്റി പൗലോസ് പ്രവചിക്കുക ചൊല്ലുകയാണ്. എന്നാ ചൊല്ലുന്ന പ്രവചിക്കുന്ന സംതിങ് എന്നാ ചൊല്ലിയാൽ നമുക്ക് തിരിയാൻ വയ്യാത്തത് നമുക്ക് വെളിപ്പെടുത്തുക. അത് താൻ നമ്മൾ വചനം വായിക്കുന്നത്. ഇங்கே 25 വാക്യം താൻ നാം പഠിക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് 23 വാക്യം തൊട്ട് നമുക്ക് വാസിച്ചിടാം. If you continue in the faith, grounded and settled, നമ്മുടെ വിശ്വാസം എന്നാ പണണം ഇങ്ങനെ சொல்லி നമ്മുടെ അത് നല്ല അത് ശരിയായ രീതിയിൽ അത് ഭൂമിയിൽ വളരേണ്ട ആവശ്യമുണ്ട്. അത് ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അത് നല്ല വേര് ഊന്നി വേണം. നമ്മൾ എപ്പടി വേര് ഊന്നാൻ പറ്റും അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ചിന്തിച്ചാൽ നമ്മൾ ആണ്ടവരുടെ വചനം പഠിക്കുമ്പോൾ താൻ നമുക്ക് വേര് ഊന്നാൻ പറ്റും. അതായത് നമുക്ക് എല്ലാ വൃക്ഷത്തിന് എപ്പടി ഫലം കൊടുക്കാൻ പറ്റും, എപ്പടി നമ്മുടെ വേരിരിക്കുമോ അതുമാതിരി താൻ നമുക്ക് ഫലം കൊടുക്കാൻ പറ്റും. വേർക്ക് എണ്ണ വേണം, നല്ല തണ്ണി വേണം, അത് മറ്റുമല്ല നല്ല ഓരവും വേണം. എന്നിട്ട് പിന്നെ സൂര്യപ്രകാശം വേണം, എല്ലാം വേണം. പക്ഷെ മെയിനായിട്ട് നമുക്ക് വേര് പാക്കുമ്പോൾ നമുക്ക് എന്നത് വേണം, നല്ല ഓരം വേണം, നല്ല തണ്ണി വേണം. എങ്കിൽ നമ്മൾ വചനത്തിൻ്റെ തണ്ണി നമ്മൾ ഊത്തി കുടിക്കുമ്പോൾ അത് മറ്റുമല്ല ആ മണ്ണിൽ നിന്നും നമ്മൾ ഓരമെടുക്കുമ്പോൾ അല്ലെങ്കിൽ വചനം നമ്മൾ വിവാഹിച്ച് അതിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും, നമ്മൾ ശക്തി പ്രാപിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലും നമ്മൾ ആ ഭൂമിയിൽ നമ്മൾ സെറ്റിലായിരിക്കും, അല്ലെങ്കിൽ നല്ല പിടിയോടുകൂടെ നമ്മൾ അങ്ങ് നിൽക്കും. ആൻഡ് ബി നോട്ട് മൂവ്ഡ് അവേ ഫ്രം ദ ഹോപ്പ് ഓഫ് ഗോസ്പൽ. അന്നേരം നമ്മൾ എന്നാ പറ്റും, നമ്മൾ ദൈവത്തിൻ്റെ ഹോപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ഏത് വിശ്വാസം, ദൈവത്തിൻ്റെ സുവിശേഷം എന്ന വിശ്വാസത്തിൽ നിന്നും നമ്മൾ ചലിക്കാതെ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുവാൻ തക്കോണം സാധിക്കും എന്ന് ചൊല്ലുന്നത്. വിച്ച് യു ഹാവ് ഹേർഡ്, അത് നിങ്ങൾ വല്ലമേ കേട്ടാച്ച്, നമ്മൾ നേരത്തെ വിസാരിച്ചാച്ച് കേട്ടാച്ച്. ആൻഡ് വിച്ച് വാസ് പ്രീച്ച്ഡ് ടു എവറി ക്രീച്ചർ, അത് ഞങ്ങൾ എന്നെ പണിയാച്ച്, അത് നിങ്ങളുടെ എല്ലാവരോടും ഞങ്ങൾ ചൊല്ലിയാച്ച്. അത് നിങ്ങളോട് ചൊല്ലിയ കാര്യത്താൽ നിങ്ങൾ ചൊല്ലുന്നത്. ആൻഡ് അത് എങ്കിൽ ഭൂമിക്ക് കീഴേ ഉള്ള അല്ലെങ്കിൽ സ്വർഗത്തിന് കീഴേ ഉള്ള എല്ലായിടത്തോടും ചൊല്ലിയത്. അത് ആര് താൻ ആ വചനം ചൊല്ലിയാച്ചേ, പൗലോസ് എന്ന ഞാൻ. അതായത് പൗലോസ് താൻ വചനമെല്ലാം ചൊല്ലി, അതായത് ആണ്ടവരിൽ നിന്നും കിട്ടിയ വചനം അവൻ എന്നെ പണിയാച്ചേ, അവൻ നമുക്ക് നമുക്ക് ഓരവും തണ്ണിയും വേണം. അതേപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അത് നമുക്ക് വിഭാഗിച്ച് അതിൻ്റെ ആ ഓരം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്നാ അയക്കും, നമ്മൾ ആ ഭൂമിയിൽ നല്ല ശക്തിയോടെ വളരുവാൻ സാധിക്കും. അതായത് വചനത്തിൽ നമ്മൾ വിശ്വാസമായിട്ട് നിലനിർത്താൻ പറ്റും. 24 വാക്യത്തിൽ ഹൂ റിജോയ്സ് ഇൻ മൈ സഫറിങ് ഫോർ യു ആൻഡ് ഫിൽ അപ്പ്
that which behind the affliction. എൻ്റെ പ്രയാസത്തിലും കഷ്ടത്തിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ കഷ്ടത്തിലും എന്തുകൊണ്ട് അവൻ സന്തോഷിക്കുന്നു ചൊല്ലി, കഷ്ടത്തിൽ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു? ക്രൈസ്റ്റ് ഇൻ മൈ ഫ്ലെഷ്, കർത്താവായ ആണ്ടവരായ യേശു ക്രിസ്തു എൻ്റെ ശരീരത്തിലിരിക്കും. ഞാൻ ആരെ കൊണ്ട് നടക്കുന്നത്? ആണ്ടവരായ യേശു ക്രിസ്തു. അതായത് ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് എന്നതാ ശാപ്പെടുന്നത്? മണ്ണ്. അന്നേരം ആ മണ്ണ് താൻ അവന് ബലം കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ വചനത്തിൽ നിന്നും നമ്മൾ ദൈവത്തിൻ്റെ മന്ന നമ്മൾ ശാപ്പെടുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമ്മൾ നല്ല സ്ട്രോങ് ആയി ഇരിക്കും. അത് മാത്രമല്ല, അത് എൻ്റെ ശരീരത്തിൽ വളരുകയാണ്. അത് എൻ്റെ ശരീരത്തിൽ വളരുമ്പോൾ ഞാൻ ഫോർ ഹിസ് ബോഡി സേക്ക്, ക്രൈസ്റ്റ് ഇൻ മൈ ഫ്ലെഷ് ഫോർ ഹിസ് ബോഡി സേക്ക്, അവൻ്റെ നാമത്തിന് മഹത്വം വരുവാൻ തക്കോണം അത് എപ്പടി ആ ചർച്ച്, അതായത് സഭ എന്ന ആ ശരീരം വളരുവാൻ തക്കോണം നമുക്ക് ഇടയാക്കും. 25-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. വേർ ഓഫ് ഐ ആം മേഡ് എ മിനിസ്റ്റർ, അവൻ சொல்லுது, ഞാനിപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്കൊരു സേവകനായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു സേവകൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ദൂതനായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരിക്കും. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം തന്നെ നിങ്ങൾ சொல்லுது, ഞാൻ അത് നിങ്ങളോട് പേശുവാൻ തക്കോണം ആണ്ടവർ എനിക്ക് എന്നാ പണിയാച്ചേ, എന്നെ ശക്തീകരിച്ചാച്ചേ, എനിക്ക് ബലം തന്നാച്ചേ. ഞാൻ അത് ശക്തിയോടും ബലത്തോടും അവൻ്റെ ജ്ഞാനത്തോടും പറയുവാൻ തക്കോണം എനിക്ക് ഇടവന്നാച്ച്. കാരണം അത് ആര് തന്നാച്ച്? ആണ്ടവരായ യേശുക്രിസ്തു. ഞാൻ അവന് വേണ്ടി ഞാൻ വേല ചെയ്യുമ്പോൾ അവൻ എനിക്കെന്നാ പണം? അവൻ എനിക്ക് ശക്തി നൽകിയിടും. നമ്മൾ മേഡ് മിനിസ്റ്റർ അക്കോർഡിംഗ് ടു ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗോഡ്. നമ്മൾ 25 അവൻ എനിക്ക് വേണ്ടി നൽകിയുന്ന ഉദ്യോഗപരം, ഡിസ്പെൻസേഷൻ, എനിക്ക് നൽകിയിരിക്കുന്ന കടമ, എനിക്ക് തന്നിരിക്കുന്ന ജോലി, അത് പ്രകാരം ഞാൻ എന്നാ പണുവാ? ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ചൊല്ലുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എപ്പോഴും ചൊല്ലുക? അവൻ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വേല ചെയ്യുവാൻ തക്കോണം ആണ്ടവർ എന്നാ പണിയാച്ച്? അവൻ എന്നാ പണിയാച്ച്? അവൻ അത് എനിക്ക് ചെയ്യാൻ വേണ്ടി ആണ്ടവർ എനിക്ക് ശക്തി നൽകിയാച്ചേ. അതായത് എനിക്ക് നൽകിയിരിക്കുന്ന കടമ പൂർത്തീകരിപ്പാൻ തക്കോണം, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ വേല ചെയ്യുവാൻ തക്കോണം ആണ്ടവർ എന്നെ ശക്തീകരിച്ചിരിക്കും. അതുമാത്രമല്ല, അതുകൊണ്ട് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കും. ഇങ്ങനെ சொல்லுது, ഫോർ യു ഫുൾഫിൽ ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ആണ്ടവരുടെ വചനത്തെ നിങ്ങളോട് ചൊല്ലുവാൻ തക്കോണം, നിങ്ങൾ സഭയാകുന്ന ഈ ശരീരത്തോടെ ചൊല്ലുവാൻ തക്കോണം ആണ്ടവർ എനിക്ക് എന്നെ നൽകിയിരിക്കുകയും ആണ്ടവർ എനിക്ക് ശക്തി നൽകിയിരിക്കുകയും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ വിചാരം എന്നായിരിക്കണം? നമ്മൾ ചെയ്യുന്ന വേല ആർക്ക് വേണ്ടി ചെയ്ത് നമ്മൾ പാത്ത് നോക്കണം. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്ത്? നമ്മൾ ആണ്ടവരെ നമ്മൾ വിശ്വസിച്ചപ്പോൾ എന്നെ പറ്റി ആണ്ടവരുടെ ആ വിത നമ്മുടെ ഉള്ളിൽ വന്നാച്ച്. ആ വിത വന്നു കഴിഞ്ഞിട്ട് അതിന് എന്നെ പറ്റിയാച്ച് അത് പെതുക്കെ മുളച്ചാച്ച്, ചെടിയായിട്ട് വന്നാച്ച്. അത് എന്നെ പറ്റി അത് ഓരോ തണ്ണിയും എടുത്താച്ച്. അതായത് നമ്മുടെ ഉള്ളിൽ വന്ന വിത എന്നെ പറ്റിയാച്ച് ആണ്ടവരുടെ വചനത്തിൽ നിന്നും കേൾക്കുകയും കേട്ട് അവനിൽ വിശ്വസിച്ച് അവനിൽ ബലം പ്രാപിച്ച് അതൊരു മരമായി പിന്നെ തീരണം. അത് മരമായി തീരുവാന്ന് മാത്രമല്ല, അത് ഫലം കായ്ക്കണം. അത് എന്നാ മരം എന്നുള്ളതല്ല ഇங்கே ഉള്ള സമയം, നമ്മൾ ഫലം കായ്ക്കണം. നമ്മൾ ഏത് തരം ഫലം കായ്ക്കുന്നു എന്ന് നമ്മൾ ഇங்கே ചൊല്ലിയില്ല. എന്നാൽ നമുക്ക് നമ്മുടെ വചനത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നമ്മൾ വാസിക്കുന്നുണ്ട്. എന്നെ വാസിക്കുന്നത്, ഞാൻ മുന്തിരിവള്ളിയാവും, നിങ്ങൾ എന്നിൽ വസിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ മുന്തിരി വള്ളി, അതായത് അത് നമ്മൾ മുന്തിരിയെപ്പറ്റി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വൈനിനെപ്പറ്റി നമ്മൾ പാക്കുമ്പോൾ എന്നെ പറ്റും? അതിന് ബലമില്ലാത്ത നമ്മൾ പാത്തിരിക്കുക ഒരു വള്ളി താൻ.
ആ വള്ളി എന്നെ പറ്റും അത് അത് ആ വള്ളിയിൽ കൂടെ ഫലം കായ്ക്കണം. അതായത് അത് നമ്മൾ എങ്ങനെ അത് ആണ്ടവിൽ നമ്മൾ പടർന്നു കയറണം. അതായത് നമ്മൾ എപ്പടി വേണം നമ്മൾ അതിന് ആ വള്ളി കയറാൻ വേണ്ടി നമുക്ക് എന്നാ പറയണം, ഒരു 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 സപ്പോർട്ട് നമുക്ക് ആവശ്യം. അത് ഏത് സപ്പോർട്ട് താൻ? ആണ്ടവരുടെ സപ്പോർട്ട്. അന്നേരം ആ ആണ്ടവരുടെ സപ്പോർട്ട് നമുക്ക് എപ്പടി കിടക്കും? ആണ്ടവരുടെ വചനം മുഖാന്തരം. നമ്മൾ ആണ്ടവരുടെ വചനം നമ്മൾ എത്രയും പഠിക്കുമോ അത്രയും എന്നെ പറ്റും നമുക്ക് ശക്തി വലിച്ച് നമ്മൾ നേരെ എന്ന് പറഞ്ഞ് എന്നിട്ട് നമ്മൾ ഫലം കായ്ക്കും. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച് നമ്മൾ എന്നാ പഠിച്ചാച്ച് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ എന്നാ പറ്റും? ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ മാറ്റിക്കളയും. അത് ഞാൻ ഞങ്ങളോട് ചൊല്ലിയാച്ചേ എന്ന് വിസാരിക്കുന്നത്. അതായത് നമ്മൾ പാപം ചെയ്യുകയെന്നുണ്ടെങ്കിൽ പാപം മുഖാന്തരം എന്നെ പറ്റും? നമുക്ക് 5 നഷ്ടം നമുക്ക് വരും. അത് എന്താ 5 നഷ്ടമെന്ന് നമുക്ക് തിരിയുമാം. അതായത് 1, ദൈവത്തിൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം എന്നാ? നമുക്ക് ദൈവത്തിൻ്റെ കൂട്ടായ്മ. രണ്ടാമത് ദൈവം നമ്മളെ ഉപയോഗിക്കാതെ നമ്മളെ വിട്ടുകളയും. കാരണം നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറ്റുന്ന കുഴപ്പമാണ്. മൂന്നാമത്തെ എന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ വരും. നാലാമത് എന്താണ്? ദൈവം നമ്മളെ ഉപയോഗിക്കത്തില്ല. അഞ്ചാമത്തെ നമ്മൾ വാസിക്കുന്ന 5 കാര്യം നമ്മൾ അംഗീകരിക്കുക. അത് മാത്രമല്ല ഈ പാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം കിടക്കും. അത് കിടക്കാനുള്ള ഏക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനോട് നമ്മൾ ചേർന്നിട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. നമ്മൾ ദൈവത്തിന് ഉപയോഗമുള്ളവരായി തീരണമോ ഇല്ല. നമ്മുടെ പ്രധാനമായ വിഷയം എന്നതാണ് ആണ്ടവരുടെ സുവിശേഷ വേല. പൗലോസ് சொல்லுது, ഞാൻ ആണ്ടവർ എനിക്ക് കൽപ്പിച്ച വേല ചെയ്യാൻ വേണ്ടിത്താൻ ഞാൻ ഇங்கே ഇരിക്കും. ഞാൻ എന്നെ ചെയ്ത് ഞാൻ നിങ്ങളുടെ ഒരു സഹായകൻ. അതായത് സഭയെ ഞാൻ പരിപാലിക്കുക. അവർക്ക് വേണ്ടിയ ആഹാരം ഞാൻ തരുക. അത് എൻ്റെ ചുമതല. അത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതിനനുസരിച്ച് ഞാൻ അത് നിറവേറ്റുന്നു. അന്നേരം ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് എന്നത് ചൊല്ലിയാൽ നമ്മൾ അവൻ്റെ വേല നമുക്ക് ചെയ്യുവാൻ തക്കോണം ആണ്ടവർ നമ്മളെ സഹായിക്കും. എന്നിട്ട് നമ്മൾ സഹായിക്കുമ്പോൾ എന്നെ പറ്റും? നമ്മൾ ആണ്ടവരുടെ വചനം സഭയിൽ ചൊല്ലുക എന്ന് മാത്രമല്ല, അല്ലെ വിശ്വാസികളോട് ചൊല്ലുക എന്ന് മാത്രമല്ല, മറ്റുള്ളവരോട് ചൊല്ലുക എന്ന് മാത്രമല്ല, നമ്മളും ബലപ്പെടും. നമ്മൾ വചനം പഠിക്കുമ്പോൾ തന്നെ നമുക്കും ഓരം വേണം. ഏത് മരമാണെങ്കിലും നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഏതൊരു വിത വച്ചാലും അതിന് ഓരം അണ്ടിപ്പായി വേണം. ആ ഓരം നമുക്ക് എപ്പടി കിടക്കും? ആണ്ടവരുടെ വചനം മുഖാന്തരം. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് ഈ അപ്പോസ്തലനായ പൗലോസ് എന്നെ പറ്റിയാച്ച അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിറവ് ഉള്ളവനായി അവൻ എന്നാ ചെയ്യ ദൈവത്തിൻ്റെ വചനം നമ്മളോട് എല്ലാവരോടും പേശ് ചെയ്യാണ്. അവൻ എന്നാ ചൊല്ലുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദാസനായിരിക്കും. ഞാൻ ആരുടെ ദാസനാ? ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. ഞാൻ അവൻ്റെ ദാസനായതുകൊണ്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ, അവൻ ചൊല്ലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പേശ് ചെയ്യുകയാണ്. എന്നാലും ദൈവത്തിന് നമുക്ക് സ്തോത്രം പണ്ണാം. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് നമ്മൾ ദൈവത്തോട് നമ്മൾ സ്തോത്രം ചെയ്ത് അവൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ എപ്പടി ആ പൗലോസ് ആയാച്ചേ അതേപോലെ നമുക്കും ആയിടാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.